പരീക്ഷയുടെ ഒരു പ്രത്യേകതയുണ്ട്. ലോകപ്പെടുന്നത് പോലെയല്ല. അത് ആരാധനയുമായി കണക്റ്റഡ് ആയിരിക്കും, വിശ്വാസവുമായി വളരെ കണക്റ്റഡ് ആയിരിക്കും. ഈ ദൈവത്തിന്റെ പരീക്ഷയുടെ വേറൊരു കാര്യമെന്ന് പറയുന്നത് തിയറിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കലായിരിക്കും. അപ്പോൾ കർത്താവിന്റെ പരീക്ഷ എന്ന് പറയുന്നത് നാം അത് അനുഭവിച്ച് കാണിക്കണം, അനുഭവിച്ച് തെളിയിക്കണം. അടുത്തത് ദൈവത്തിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കും. നിന്നെ സംശയിപ്പിക്കുന്ന രീതിയിലൊന്നും കാണത്തില്ല. പരീക്ഷ എഴുതാൻ പോകുന്ന ആരാ? അബ്രഹാമിനാ പരീക്ഷ, സാറയ്ക്കല്ല പരീക്ഷ, ഇസ്ഹാക്കിനല്ല പരീക്ഷ. ദൈവം ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്രഹാമിനോടാ. അബ്രഹാം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഈ യാഗം നടത്തും, അതിന്റെ പൂർണ്ണതയിലെത്തിക്കും. ഇതാണ് പരീക്ഷയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. തീരുമാനം ശക്തമായിരിക്കണം. സാഹചര്യം തീരുമാനങ്ങളെ സ്വാധീനിക്കരുത്. സാഹചര്യങ്ങളെ നോക്കി തീരുമാനമെടുക്കുവാൻ നിൽക്കരുത്. നിന്റെ തീരുമാനത്തിങ്കൽ സാഹചര്യത്തെ ദൈവം മാറ്റുമെന്ന് ദൈവത്തിന് അറിയേണ്ടത് അബ്രഹാമിന്റെ സമർപ്പണത്തെ കുറിച്ച്. നിന്റെ മക്കളുടെ സമർപ്പണമല്ല, നിന്റെ സമർപ്പണമാണ് ദൈവം നോക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവേൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, നിങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്നല്ല, വിവിധ പരീക്ഷകളിൽ. അതിനകത്ത് വേറൊരു പരീക്ഷയുണ്ട്, വിശ്വാസത്തിൻ്റെ പരീക്ഷ. അപ്പോൾ പരീക്ഷകളിൽ ഒത്തിരി അകപ്പെടാറുണ്ട്. അതെല്ലാം ഒന്നും വിശ്വാസത്തിൻ്റെ പരീക്ഷയാകണമെന്നൊന്നുമില്ല, അല്ലേ? സ്തോത്രം. ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുന്ന ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാനൊരു വിശ്വാസിയാണ് എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? അവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിശ്വാസികൾക്ക് എന്തുണ്ട്? പരീക്ഷയുണ്ട്, വിശ്വാസത്തിൻ്റെ പരീക്ഷയുണ്ട്. എന്തിനാ പരീക്ഷ? പരീക്ഷ എഴുതിയവരുണ്ടോ ഈ കൂട്ടത്തിൽ? എവിടെ പോയാലും പരീക്ഷ, അല്ലേ? നമ്മുടെ ഷിജോബ്രർ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയി. ഇതുവരെ എഴുതിയാലും വലിയ പരീക്ഷയായിരുന്നു. 4 മണിക്കൂർ എഴുതിയെന്നാണ് പറയുന്നത്. എവിടെ പോയാലും പരീക്ഷ. യാക്കോബ് ലേഖനം 1:12 എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയുണ്ടോ? ഭാഗ്യവാനാ. കാരണം എന്നാ? പഠിക്കാത്തവന് ഭാഗ്യവാനൊന്നും പറയത്തില്ല, അല്ലേ? പഠിച്ചവന് പരീക്ഷ എഴുതണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്തിനാ? എഴുതിയിട്ടുണ്ട്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷയുണ്ടെങ്കിൽ ഒരു കിരീടം അവിടെ ഇരിപ്പുണ്ടെന്ന്. അത് ആർക്കാ കിട്ടുന്നേ? ജയിക്കുന്നവരേ ഉള്ളൂ. പരീക്ഷ എന്ന് പറയുന്നത് പഠിക്കുന്നവർക്ക് ഗുണമാണ്. അപ്പോൾ ആ പരീക്ഷ നമ്മൾ എഴുതിയേ മതിയാകും. അതാർക്കാ ഈ പരീക്ഷ വരുന്നേ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതങ്ങളിൽ കൂടെ നടത്തിയെങ്കിൽ നമ്മളെ അവൻ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാത്തവനെ ദൈവം ഒരു പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ആരും സഹായിപ്പാൻ കഴിയത്തില്ല എന്ന് നാം ചിന്തിച്ച മണ്ഡലങ്ങളിൽ, നാം തന്നെ പറഞ്ഞ മണ്ഡലങ്ങളിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് എന്നെ വിടുവിച്ചു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ഒരു ദൈവസ്നേഹം അനുഭവിച്ച എത്ര പേരുണ്ട്? അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും അത്ഭുത വിടുതലും അനുഭവിച്ചവരെ മാത്രമേ
ഈ പരീക്ഷയ്ക്ക് യോഗ്യരായി ദൈവം നിർത്തത്തുള്ളൂ. എല്ലാവരെയും കയറ്റി വിടത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തീയിൽ കൂടെ കടന്നുപോയപ്പോൾ, കഠിന ശോധനയിൽ കൂടെ കടന്നുപോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ വലങ്കരം പിടിച്ചു നടത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പും ധൈര്യമുള്ളവനെ അങ്ങനെ നിർത്തത്തില്ല. എന്ത് ചെയ്യും? ഈ കിരീടത്തിന് അടുത്തോട്ട് എത്തണമെന്ന്. അതിന് അടുത്ത ടെസ്റ്റ് ഉണ്ട്. ഇന്നും 1ാം ക്ലാസ്സിലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ നല്ല മിടുക്കന്മാരാ. പരീക്ഷയില്ലാതെ ജയം പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജയം പ്രാപിക്കുവാനിരിക്കുകയാണല്ലോ. കർത്താവേ എന്നെ വിടുവിക്കണം, എനിക്കൊരു ജയം വേണം. ജയം വേണമെങ്കിൽ എന്തു വേണം? എവിടുന്നാ ജയം കിട്ടുന്നേ? ഒരു പരീക്ഷയില്ലാതെ ജയം പ്രാപിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഒരു കിരീടം പ്രാപിക്കുവാൻ ഒരു പരീക്ഷ എഴുതേണ്ടി വരും. ദൈവം ഇടുന്ന പരീക്ഷയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് ലോകം ഇടുന്നത് പോലെയല്ല. അത് ആരാധനയുമായി കണക്റ്റഡ് ആയിരിക്കും, വിശ്വാസവുമായി വളരെ കണക്റ്റഡ് ആയിരിക്കും. ഈ ദൈവത്തിൻ്റെ പരീക്ഷയുടെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, അത് തിയറിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കലായിരിക്കും. എന്നാൽ ഈ സ്റ്റോറി എഴുതിയാൽ കർത്താവിൻ്റെ അടുത്ത് ജയം നടക്കത്തില്ല. കർത്താവിൻ്റെ പരിപാടി നീ പുട്ടുണ്ടാക്കാൻ പറഞ്ഞ് നീ പുട്ടുണ്ടാക്കി കാണിക്കണം. അതാണ് കർത്താവിന് തിയറിക്കലല്ല, പ്രാക്ടിക്കലേ ഉള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് നാം അത് അനുഭവിച്ച് കാണിക്കണം, അനുഭവിച്ച് തെളിയിക്കണം. അല്ലാതെ അവിടെ അങ്ങനെ ആയിരുന്നു, ഇവിടെ അങ്ങനെ ആയിരുന്നു, എൻ്റെ വല്യപ്പൂപ്പൻ അങ്ങനെ ആയിരുന്നു, എൻ്റെ അവിടുത്തെ അങ്ങനെ ആയിരുന്നു, ഞാൻ അവിടെ വെച്ച് അങ്ങനെ ആയിരുന്നു, ഇതൊന്നും എവിടെ പോകത്തില്ല. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിനക്ക് ജയമായി വരത്തില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ്. എത്ര പേർക്ക് പരീക്ഷ സന്തോഷമാണ്? ചിലർക്ക് പരീക്ഷയാണെന്ന് പറയുമ്പോൾ പോലും വിറയ്ക്കാൻ തുടങ്ങും. ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട്, കയറി ഇരുന്നപ്പോൾ പോലും എൻ്റെ കൈ അങ്ങ് വേർക്കുമായിരുന്നു. ചിലർ പറയും, പഠിച്ചത് മുഴുവൻ മറന്നുപോയി, അവിടെ ചെന്നപ്പോൾ ഞാൻ മൊത്തം പഠിച്ചതായിരുന്നു, മൊത്തം വീട്ടിൽ വെച്ച് പച്ചവെള്ളം പോലെ പറഞ്ഞത്. പക്ഷേ അകത്ത് കയറി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എല്ലാം മറന്നു. വെറുതെ അവനൊന്നും പഠിച്ചിട്ടുമില്ല, വേറെ ഏതാണ്ട് നോക്കിക്കൊണ്ടിരുന്നതാ. പരീക്ഷ എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17, 18, 19 വായിച്ച് അതിനകത്ത് പരീക്ഷ എഴുതിയ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗം തന്നെ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തനെന്നുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഇതിനകത്തെ കാതലായ വിഷയം എന്ന് പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തനെന്ന് എണ്ണുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പരീക്ഷയിൽ, ഈ കഷ്ടതയിൽ, ഈ ശോധനയിൽ, ഈ വേദനയിൽ എന്നെ അതിനകത്തു നിന്ന് ജയത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും. ഉറപ്പ് വേണമെന്ന്. അതാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അപ്പം മുതൽ തുടങ്ങും. തീർന്നു, തകർന്നു, എല്ലാം തീരാൻ പോയി, അല്ലേ? എല്ലാം അവസാനിച്ചു. പിന്നെ സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രാർത്ഥനയില്ല, വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടക്കുക, അല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പ് വേണം. വാഗ്ദത്തമുള്ളവനാ. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ. ആ വാഗ്ദത്തത്തെ കൊണ്ട് എവിടെ കൊടുക്കാൻ പോവാ? യാഗമർപ്പിക്കാൻ പോകുകയാ. എന്നിട്ട് പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി. ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ, നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് ഇറങ്ങി തിരിച്ചവനെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞവന്റെ വാക്ക് കേട്ട് ആരെങ്കിലും
തിരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ചില കഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നിനക്കൊരു ഉറപ്പ് വേണമെന്ന്. എന്ത്? എന്റെ ഈ വിഷയത്തിൽ എന്റെ ദൈവം വലിയവ ചെയ്യുവാൻ പോകുന്നു. ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തത്തെ ദൈവം തിരികെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും അതിനകത്തു നിന്ന് ഞാൻ തിരികെ പ്രാപിക്കും. ദൈവം വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. അവൻ ഭോഷ്ക് പറയുന്ന ദൈവമല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പിറക്കുന്ന സന്തതിയെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇതിന് അവകാശിയാക്കുമെന്ന് ദൈവത്തിന് കൊടുത്ത വാഗ്ദത്തമാണ്. നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയുണ്ടാകും എന്നുള്ളൊരു വാഗ്ദത്തമുണ്ട്. അബ്രഹാം വളരെ നിരാശപ്പെട്ട് പറയുന്നുണ്ട്, കർത്താവ് ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇറങ്ങിത്തിരിച്ചു, പക്ഷെ ഇതിനൊക്കെ അവകാശി എൻ്റെ ഒരു ദാസനായി തീരുമെന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് പറയില്ല, ഞാൻ നിനക്ക് സന്തതികളെ നൽകും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ എന്ന് നോക്ക്, ഈ മണൽത്തരികളെ നീ എന്ന് നോക്ക്. അതുപോലെ എന്ന് വാഗ്ദത്തമുള്ള ചിലര് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തത്തിനെതിരെ ചില ശബ്ദങ്ങൾ നിന്റെ ചെവിയിൽ കേൾക്കുമ്പോൾ തകർന്നിരിക്കുവാനല്ല. വാഗ്ദത്തമുണ്ടെങ്കിൽ എപ്പോഴും അതിനെതിരെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വാഗ്ദത്തം ഉള്ളവനെ ആര് നോക്കത്തുള്ളൂ? പിശാച് നോക്കത്തുള്ളൂ. ഇല്ലാത്തവൻ എന്തിനു നോക്കാൻ? അവൻ്റെ കസ്റ്റഡി കിടക്കുകയല്ലയോ. ഫലമുള്ള വൃക്ഷത്തിലെ ഏറ് കിട്ടത്തുള്ളെന്ന്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മാവ് നിൽപ്പുണ്ട്, സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഒത്തിരി മാങ്ങ ഉണ്ട്, ചെറിയ മാങ്ങ, നാട്ടുമാങ്ങ എന്ന് തോന്നുന്നു. പിള്ളേർ മുഴുവൻ എറിഞ്ഞൊരു പരുവാക്കിയിട്ടിരിക്കുക അവിടെ. മാങ്ങ ഇല്ലായിരുന്നെങ്കിലോ ഒരൊറ്റ ഒന്നും തിരിഞ്ഞു നോക്കൂ. അപ്പോൾ ഏറ് കിട്ടുമ്പോൾ അറിഞ്ഞോണം ഏതാണ്ടൊക്കെ ഉണ്ട്. വിശ്വാസത്തിന്റെ പരിശോധന. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് എങ്ങനെയാ വെളിപ്പെട്ടെ? അബ്രഹാം ആരാണെന്നാ പറയുന്നേ? വിശ്വാസികളുടെ പിതാവെന്നാ പറയുന്നത്. നമ്മളൊക്കെ അബ്രഹാമിനെ നോക്കാൻ പറയല്ലേ? സ്തോത്രം. ദൈവം എന്തോ അവനെ കുറിച്ച് പറഞ്ഞത്? സ്നേഹിതനായ, എൻ്റെ സ്നേഹിതൻ. ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നേ? ഈ പദവിയൊക്കെ ദൈവത്തിന്റെ വായിൽ നിന്ന് വീണമെങ്കിൽ എന്തു വേണം? വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ ദൈവം ഒന്ന് കടത്തിവിടുവന്നു. നമ്മൾ ഈ പരിശോധന എന്നൊക്കെ പറയുന്നുണ്ടേ, അങ്ങ് തകർന്നങ്ങ് വീഴുകയാ. ദൈവം തകർക്കാനല്ല പരിശോധന തരുന്നത്. എന്തിനാ? ഉയർത്താനാ. അത് പലർക്കും അറിയത്തില്ല. ദൈവത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് നമ്മളെ പൊന്നുപോലെ ഒന്ന് പുറത്തെടുത്ത് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നൊരു പദവിയിലേക്ക്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയത്തക്ക വിധത്തിൽ നിന്നെ ഒന്ന് മാനിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ചില ശോധനകൾ തരുന്നത്. അനുഗ്രഹത്തിന് മുമ്പ് ഒരു ശോധനയുണ്ട്. പരീക്ഷ എഴുതാതെ കിരീടം തരത്തില്ല. പരീക്ഷ എഴുതിയേ കിട്ടത്തില്ല, ജയിച്ചാലേ കിട്ടത്തുള്ളൂ, അല്ലേ? അബ്രഹാമിനെ ദൈവം എങ്ങനെയാ പരീക്ഷിച്ചത്? അതിലെങ്ങനെയാണ് താൻ ജയിച്ചത്? അബ്രഹാമിനെ പരീക്ഷിച്ചത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ദൈവം എപ്പോഴും പരീക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ വേണ്ടിയാണ്. യാക്കോബിന്റെ ലേഖനത്തിലും വായിച്ചത്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു. വിശ്വാസത്തിനൊരു പരിശോധനയുണ്ട്. പരിശോധന ഇല്ലാതെ ഒരു പരിപാടിയുമില്ല. ദൈവത്തിൽ നിന്ന് കിരീടം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ചില വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ചില പരീക്ഷയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതണം. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ പെട്ടെന്ന് വായിച്ചേ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അനുഗ്രഹം കൊടുക്കാൻ പോകുകയാണ്. വിളിച്ച വാഗ്ദത്തത്തിലേക്ക്, തന്നോട് പറഞ്ഞ ചില വാഗ്ദത്തത്തിലേക്ക് താൻ പ്രവേശിക്കാൻ പോകുകയാണ്. ഒത്തിരി അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊടുത്തു. അതിന് മുമ്പ് ഈ പൈതൽ തന്നെ ഒരു അനുഗ്രഹം, ഒരു വാഗ്ദത്തമാണ്. ആ ഭാഗം നമുക്കറിയാമല്ലോ. നിർജീവമായിരുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കണ്ടവനാ. ഒന്നല്ല, പല അത്ഭുതങ്ങൾ കണ്ടവൻ, അനുഭവിച്ചവൻ. ഇനിയും പല അത്ഭുതങ്ങളിലും തന്നിലൂടെ വെളിപ്പെടേണ്ടതിന്, ചില വാഗ്ദത്തങ്ങൾ തന്നിലൂടെ വെളിപ്പെടേണ്ടതിന് എന്ത് ചെയ്യുന്നു? അതിന് മുമ്പ് ഒരു ടെസ്റ്റ് കൊടുക്കുക. അതാണ് അവൻ എഴുതിയിരിക്കുന്നത്. 22:1 അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, എല്ലാ പരീക്ഷയും ദൈവത്തിൽ നിന്നല്ല, പക്ഷെ ഈ പരീക്ഷ ഇവൻ വിശ്വസ്തനാണോ, ഇവൻ വിശ്വാസിയാണോ, ഇവൻ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഇവന്റെ സ്നേഹം എങ്ങനെയാണ്, ഇതൊക്കെ ദൈവം നമ്മളെ ഒന്ന് പരിശോധിക്കും. ഇവിടെ ഇരിക്കുന്ന ആരെയും കണ്ട് നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല.
ഭക്തനാണെന്നോ അഭക്തനാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ആർക്കറിയാം? അതാണ് വചനം പറയുന്നത്, ഹൃദയാന്തർഭാഗത്തെ ശോധന ചെയ്യുന്നവനായ ദൈവം. നമ്മൾക്കൊക്കെ പുറമേ ഉള്ളവരെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഓരോരുത്തരുടെ ഇരിപ്പും ഈ വെള്ളഷർട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭക്തനാണെന്നൊരു പക്ഷേ പലർക്കും തോന്നിയേക്കാം. പക്ഷെങ്കിൽ ദൈവം വെള്ളഷർട്ടും നമ്മുടെ കറുത്ത പാൻറ്റും ആഭരണമില്ലാത്തതും ഇട്ടതും കണ്ടൊന്നുമല്ല. ദൈവം ഒരുവനെ അളക്കുന്ന ദൈവം എങ്ങനെയാണ് നോക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഇവൻ വിളിച്ച വിളി കേൾക്കുവോ? ഒരുവൻ വിളിച്ച വിളി കേൾക്കണമെങ്കിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മൾ വളരെ ചെറിയ രീതിയിൽ മയമായിട്ട് രീതിയിലൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും അനക്കം കിട്ടത്തില്ല, അല്ലേ? പക്ഷെ വിളിയുടെ രീതി ഒന്ന് മാറുമ്പോൾ, ഇനിയും വിളി കേട്ടില്ല, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു ചിന്ത വരുമ്പോൾ, അപ്പോൾ അബ്രഹാം അങ്ങനല്ലായിരുന്നു. എപ്പോഴും തൻ്റെ ചെവി ആ ദൈവശബ്ദത്തിന് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുകയായിരുന്നു. ഒരു ദൈവഭക്തന്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഒരു ദൈവഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ ദൈവം വിളിക്കുമ്പോൾ കേൾക്കുവാൻ തക്കവണ്ണം ചെവി കൊടുക്കുന്ന ഒരു അനുഭവമായിരിക്കരുത്. വെള്ളിയാഴ്ച ഒരു 2 മണിക്കൂർ ചെവി കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മാത്രം ഒരുക്കുന്ന ഒരു ജീവിതമല്ല ഒരു ഭക്തന്റെ ജീവിതം. ഏതു സമയത്തും വിളിച്ചാലും ആ ശബ്ദം തിരിച്ചറിയണം. അതിനാർക്ക് പറ്റും? ആഗ്രഹമുള്ളവനെ പറ്റത്തുള്ളൂ. അവൻ്റെ എപ്പോഴും ലോകത്തിലാണെങ്കിലും ലോകത്തിലെ പല വിഷയങ്ങളിൽ ഇടപെട്ടുവെന്നോ ഇരുന്നെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. എത്ര തിരക്കിലാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ വിഷയത്തിലാണെന്ന് പറഞ്ഞാലും ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അബ്രഹാം അത് കേട്ടെന്ന്. അബ്രഹാമിനെ പരീക്ഷ നിന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. നമ്മളോ ഒന്ന് തിരിഞ്ഞു നോക്കിയാ ഭാഗ്യം, അല്ലേ? ദൈവം പറയുമ്പോൾ പ്രതികരിക്കണം. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരോർക്കറിയാം ഇത് എന്നോടാ സംസാരിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ അത് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനറിയാം. ആ സമയത്ത് അതിനെ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് അതിനെ നീ കയറി പിടിച്ചാൽ അവിടെയാണ് ദൈവത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ വചനത്തിനു മുമ്പിൽ ആരെങ്കിലും സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ചാണ് നാം പറയുന്നത്. എങ്ങനെയാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്? പ്രതികരിക്കണം. വിളി കേൾക്കുന്നവനോടെ ദൈവം എന്തെങ്കിലും പറയത്തുള്ളൂ. കർത്താവ് എന്നോടൊന്നും ഇടപെടുന്നില്ല. നമ്മൾ ആരുടെ അടുത്തുനിന്ന് കേൾക്കാനായിരിക്കുന്നേ? നമുക്ക് പ്രവാചകനിൽ നിന്ന് കേൾക്കണം. എടാ, ദൈവത്തിന് പ്രവാചകനോടല്ല പറയാനുള്ളത്, നിന്നോടാ പറയാനുള്ളത്. അതിനെന്തു വേണം? നീ ആദ്യം ദൈവം വിളിക്കുമ്പോൾ വിളി കേൾക്കണമെന്ന്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും. നമുക്കതിനൊന്നും സമയമില്ല. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കട്ടെ, വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് സമയമില്ല. അവരെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആലോചന എന്നോട് പറയട്ടെ. ആ സ്വഭാവത്തിൽ നിന്ന് മാറി ദൈവം എന്നോട് സംസാരിക്കണം. അതിന് വിളി അടിയനിത. ഇതാണ് ഏലി പ്രവാചകനും ശൗമേൽ ബാലിനോട് പറഞ്ഞു കൊടുത്തത്. കർത്താവ് കുറേ സമയം കൊണ്ട് ശൗമേലെ ശൗമേലെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആദ്യത്തെ അനുഭവമാ, പൈതല്ല. അവൻ ഓടി വരുക. ഓരോ വിളി കേൾക്കുമ്പോൾ അദ്ദേഹം ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഏലി പ്രവാചകൻ്റെ അടുത്ത് എന്നെ വിളിച്ചോ എന്ന്. ഈ ഏലി പ്രവാചകൻ ഒരു മനസ്സിലായി, എന്നെ എന്തായാലും ഇനിയും കർത്താവ് വിളിക്കത്തില്ല. ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല, ഇവനെ യഹോവയായ ദൈവം ഈ ശൗമേൽ ബാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏലി പ്രവാചകന് മനസ്സിലായിട്ട് പറഞ്ഞു, മകനെ ഇനിയും ആ ശബ്ദം കേട്ടാൽ അടിയനിതാ എന്ന് പറഞ്ഞ് നീ പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ശൗമേൽ ബാലൻ ആ അടുത്ത വിളിക്ക് അടിയനിതാ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ദൈവം അവനോട് ഇടപെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ സമർപ്പിച്ച് നിന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നോട് തുടർന്ന് സംസാരിക്കും. ആദ്യം വിളി കേൾക്കണം. വിളി കേട്ടാൽ ബാക്കി കാര്യം ദൈവം പറയുമെന്ന്. ദൈവത്തിന് പല കാര്യങ്ങൾ നമ്മളോട് പറയുവാനുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, നിന്റെ തുറന്നുള്ള ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്.
അപ്പോൾ അടുത്ത് പറയുന്നു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അടുത്തത് ദൈവത്തിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത്, പരിശോധന എന്ന് പറയുന്നത്, ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കും. ദൈവം തരുന്ന ടെസ്റ്റിൽ നിന്നെ സംശയിപ്പിക്കുന്ന രീതിയിലൊന്നും കാണത്തില്ല. പല കുഞ്ഞുങ്ങളും എക്സാം എഴുതിയിട്ട് വന്നവരേക്കാം ചോദ്യമൊക്കെ നമ്മളെ തെറ്റിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യം, ഒരു പരീക്ഷ ദൈവം ഇടത്തില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്, അല്ലേ? എന്നാണ് പറയുന്നത്, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. കർത്താവിൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിച്ചു, നിന്റെ മകനെ ഞാൻ കാണിപ്പിക്കുന്ന ദേശത്ത് മോറിയ മലയിൽ കൊണ്ട് യാഗം അർപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അബ്രഹാം അവിടുന്ന് വണ്ടി കയറിയാനോ എങ്ങോട്ടാ ഇറക്കി വിട്ട വേറൊരു പയ്യനുണ്ട്. ആരാ? ഇസ്മായിലിനെ തപ്പി. എന്തായാലും അവനെ ഇറക്കി വിട്ടത്, അവനെ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് എവിടെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് അവനെ പിടിച്ചോണ്ട് എവിടെ പോയനും. ദൈവത്തിന് അതറിയാം. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്, ആരെയാണ്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് എവിടെ പോണം? മോറിയ ദേശത്ത് ചെന്ന്. അപ്പോൾ എല്ലാം വളരെ ക്ലിയർ ആയിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവശബ്ദമെന്ന് ചിന്തിച്ച് പറഞ്ഞ ചില ആലോചനകളുടെ മേൽ ചഞ്ചലിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയും ഇവിടെയും തട്ടി ആലോചന പറയത്തില്ല. അവൻ കാലാവസ്ഥ പ്രവചന രീതിയല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവചനം. അവനൊരു കാര്യം പറഞ്ഞാൽ അത് തറപ്പിച്ച് വളരെ ക്ലിയർ ആയിട്ട് നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സംശയത്തിനും കാരണമില്ലാതെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകും. അല്ലാതുള്ള ഒരാലോചനയും ദൈവത്തിൻ്റെ ആലോചനയാണെന്നും പറഞ്ഞ് ഏറ്റെടുക്കരുത്. ദൈവം നമ്മളെ സംശയിച്ച് കൺഫ്യൂസ് ചെയ്യിച്ച് നാശത്തിലേക്ക് തള്ളിവിടുന്ന ദൈവമല്ല. വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദേശം പറഞ്ഞു, ആരെയാ യാഗം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് എന്താണ് അറിയേണ്ടത്? ദൈവം ഇവനെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഈ കൊടുക്കുന്ന അനുഗ്രഹം ഇവൻ നിലനിർത്തുവോ? ഇതുകൊണ്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ത്, എങ്ങനെയായി തീരുമെന്ന് ദൈവത്തിന് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഈ കാട്ടിൽ കിടന്ന ദാവീദിനെ അഭിഷേകം ചെയ്ത് നേരെ രാജസ്ഥാനത്തോട് കൊണ്ടുപോകാൻ കാര്യം എന്നാ? ദർശനം കണ്ട യോസഫിനെ നേരെ പിടിച്ച് മിസ്രയീം ദേശത്തെ രണ്ടാമനാക്കി ദൈവം മാറ്റുന്നതിൻ്റെ കാര്യം എന്നാ? ദൈവം നമ്മെ പലതും പഠിപ്പിക്കുവാനുണ്ട്, ശോധന ചെയ്യുവാനുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ദൈവം ചിലത് നമ്മൾ ചെയ്യും. അതുതന്നെയാണ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ ഉയർത്താൻ പോകുകയാണ്. എൻ്റെ സ്നേഹിതനെന്ന് പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്താൻ പോകുകയാണ്. ആരെ? അബ്രഹാമിനെ. അതിനു മുമ്പ് എന്തു വേണം? അവനത് തെളിയിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം അത് തെളിയിക്കുവാൻ നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന അതൊന്ന് തെളിയിച്ചേ മതിയാകും. ചില ബുദ്ധിമുട്ടുകളിൽ, ചില പ്രതികൂലങ്ങളിൽ, ചില വെല്ലുവിളികളിൽ നടക്കുമ്പോൾ, ആയിരിക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? നമുക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയാൻ പറ്റും, യഹോവ ഇരേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ന് പറയാം. സ്വന്തം ജീവിതത്തിലൊരു വിഷയം വരുമ്പോഴോ ദൈവം അതൊന്ന് ശോധന ചെയ്യും. എന്തിനാണ്? നമ്മളെ ഒന്ന് പണിത് ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ. അതുകൊണ്ട് പരീക്ഷയിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ, പരീക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു നോട്ടെഴുതുന്ന കാര്യമല്ല. ചില വിഷയങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില വെല്ലുവിളികൾ, ചില ശൂന്യതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ചില വേദനയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം എവിടെയാണ്? നമ്മുടെ വിശ്വാസം മാനുഷിക ഭുജങ്ങളിലാണോ? ഈ ലോകത്തിന്റെ ദൈവങ്ങളിലാണോ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? നമ്മുടെ ആരാധന എങ്ങനെ? നമ്മുടെ ജീവിതം എങ്ങനെ? നമ്മുടെ സംസാരം എങ്ങനെ? ഇതൊക്കെ ദൈവം ഒന്ന് അളക്കും. അപ്പോൾ ചോദ്യം ക്ലിയർ ആണ്. വിളി കേട്ടവനോട് ക്ലിയർ ആയിട്ട് ദൈവം സംസാരിച്ചു.
അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ തീരുമാനം ആരുടെ കയ്യില? ദൈവം പറയാനുള്ളത് പറഞ്ഞു. പരീക്ഷ എഴുതാൻ പോകുന്ന ആരാ? സാറയാണോ, ഇസഹാക്കാണോ, അബ്രഹാമാണോ? അബ്രഹാമിനാ പരീക്ഷ, സാറയ്ക്കല്ല പരീക്ഷ, ഇസഹാക്കിനല്ല പരീക്ഷ. ദൈവം ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്രഹാമിനോടാ. അബ്രഹാം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഈ യാഗം നടത്തും. ഇതാണ് പരീക്ഷയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അബ്രഹാം ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഞാൻ ഈ യാഗം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ ഞാൻ ഇതോടുകൂടി തകർന്നു എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല, ഞാൻ ഇത് ജയിച്ചിരിക്കും. ഞാൻ ഇതിൽ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചിരിക്കും. എൻ്റെ ഈ പ്രതികൂലത്തിൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തും. ഈ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ വീണാൽ പിന്നെ ഈ തീരുമാനം, ഈ യാഗം നടക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകല വിഷയങ്ങളിലും ദൈവം ഇടപെടും. തീരുമാനമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടാത്തത്. അബ്രഹാമിന്റെ ഉള്ളിലെ തീരുമാനം, എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഈ യാഗം ഞാൻ നടത്തും, ഈ സന്നദ്ധി വിട്ടു പോകത്തില്ല, നീ മാത്രമാണ് ദൈവം, ഇതൊന്നും എൻ്റെ യാഗത്തിന് തടസ്സമായി നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം പറയുകയാണ്, നീ അത് ചെയ്യണം. വചനത്തിൽ കൂടെ ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ തീരുമാനമാണ് ആദ്യം ദൈവം നോക്കുന്നത്. സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നോക്കട്ടെ, എല്ലാം അനുകൂലമായാൽ ഞാൻ സ്നാനപ്പെടാം, ഈ യാഗം നടത്തും, ഞാൻ സ്നാനപ്പെടുക തന്നെ ചെയ്യും. ഈ ടിക്ക് വീണ് കഴിഞ്ഞാൽ ബാക്കി പ്രതികൂലമായി നിൽക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവം ഇടപെടുമെന്ന്. തീരുമാനം ശക്തമായിരിക്കണം. സാഹചര്യം തീരുമാനങ്ങളെ സ്വാധീനിക്കരുത്. സാഹചര്യങ്ങളെ നോക്കി തീരുമാനമെടുക്കുവാൻ നിൽക്കരുത്. നിന്റെ തീരുമാനത്തിങ്കൽ സാഹചര്യത്തെ ദൈവം മാറ്റുമെന്ന്. നിന്റെ തീരുമാനം ശക്തമാണ് എങ്കിൽ ദൈവം നിന്റെ മുമ്പിൽ ഇത് നീ പ്രതികൂലമെന്ന് പറയുന്ന സകല സാഹചര്യങ്ങളെയും നിനക്ക് അനുകൂലമാക്കി മാറ്റി നൽകും. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് എന്തുവാ? സാറ അല്ലേ? സാറയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഈ പൈതലിനെ അവിടെ എത്തിക്കും? അതാ വിഷയം. സാറ അറിയാതെ രണ്ടിനും കൊണ്ട് ഇറങ്ങിയാൽ പോയല്ലേ? സാറയോട് പറഞ്ഞോ യാഗത്തിന് പോയപ്പോ? നിങ്ങൾ പറ. സാറ അറിഞ്ഞാൽ ഈ വിഷയം നടക്കുമോ ഇല്ലയോ? ഈ യാഗം കഴിക്കുന്ന സ്ഥലത്ത് പോകുവാൻ എത്ര ദിവസം വേണം? 3 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ 3 6 ദിവസത്തെ യാത്രയാണ് വീട്ടിൽ നിന്ന്. പിന്നെ ഒരു ദിവസത്തെ യാഗത്തിന്റെ ദിവസം എന്ന് വെച്ചു. അപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ചത്തെ യാത്രയാണ്. ആര് പോകാൻ പോകുന്നേ? അബ്രഹാമും ചെറുക്കനും കൂടെ. അബ്രഹാം തീരുമാനമെടുത്തു, ഞാൻ ഇവനെ യാഗം കഴിക്കും. അബ്രഹാമിനെ സാറ അറിയാതെ ഈ യാഗം നടത്തണം. അബ്രഹാം ഒരു തീരുമാനം എടുക്കുക, നല്ലപോലെ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അമ്മാമ്മ വളരെ ക്ഷീണിച്ച് രാത്രി കിടന്നുറങ്ങുകയാണ്. അപ്പം ഇത് തന്നെ നല്ല സമയം എന്ന് പറഞ്ഞ് വെളുപ്പിനെ അതികാലത്ത് എഴുന്നേറ്റ് അബ്രഹാം ഈ ചെറുക്കനെയും വിളിച്ച് ഈ 2 ബാല്യക്കാരെ കൂട്ടി അങ്ങ് പോയെന്ന് വെച്ചു. അമ്മാമ്മ രാവിലെ ഒരു 10 മണിയായപ്പോൾ എഴുന്നേറ്റ് കണ്ണ് തിരുമ്പി നോക്കിയപ്പം അച്ചാനെയും കാണാനില്ല, കൊച്ചിനെയും കാണാനില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അമ്മാമ്മ എന്തോ ചെയ്യും? ഉൽപ്പത്തി 14 പറയുന്നത്, വീട്ടിൽ ജനിച്ച അഭ്യാസികൾ 318 എണ്ണം. അപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ഒത്തിരി അഭ്യാസികളൊക്കെ ഉണ്ട്. അമ്മാമ്മ രാവിലെ എഴുന്നേറ്റ് ഓർഡർ ഇട്ട് കാണും, നിങ്ങൾ പോയി എവിടെ നിന്ന് പറഞ്ഞാൽ പോയി നോക്കി, എൻ്റെ ചെറുക്കനെയും കാണുന്നില്ല, അച്ചാനെയും കാണുന്നില്ല, പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും. ഇവരെ വിടും, ഉറപ്പാ. വിട്ടാൽ കുറച്ച് കഴിയുന്നുണ്ടേ അപ്പനെയും കെട്ടി മോനെയും വലിച്ചോണ്ട് ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ടിടും എന്ന് പറഞ്ഞാൽ ഓർഡർ അതുപോലെ. രാവിലെ എഴുന്നേറ്റപ്പം കാണാനില്ല, ആരെങ്കിലും പിടിച്ചോണ്ട് പോയാന്നോ? അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല സാറയോട് ഈ കാര്യം അബ്രഹാം പറയാതെ ഒളിച്ചോടിപ്പോയതൊന്നുമല്ല. ഒളിച്ചോടിപ്പോയാൽ രാവിലെ ഇത് സംഭവിക്കും. പക്ഷെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം താൻ എടുത്തു, ഞാൻ ഈ യാഗം നടത്തും. അതുകൊണ്ട് താൻ എന്തു പറഞ്ഞു കാണും? താൻ പറഞ്ഞു കാണും, ഞാൻ നാളെ യാഗം കഴിക്കാൻ പോകുകയാ, യാതൊരു സംശയവുമില്ല. അത് ഇച്ചിരി ദൂരെയാണ്, മോറിയാമലയിലാണ്. അമ്മാമ്മ എടുത്ത വായിൽ പറഞ്ഞു കാണും, ഓ അത് വളരെ ദൂരമുണ്ടല്ലോ, ഒരാഴ്ചയിലെ പ്രോഗ്രാം ആണല്ലോ, നിങ്ങൾ തന്നെ പോകണ്ട, ചെറുക്കനെ കൂടെ കൊണ്ടുപോകും. സ്തോത്രം അല്ലേ? അങ്ങനെ പറയൂ.
ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ രാവിലെ ഇവിടെ വരാറുണ്ട് ഇതൊക്കെ എടുത്തു വെക്കാനായിട്ടൊക്കെ. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ക്ഷീണത്തിൽ ഒരു പരുവത്തിലേക്കായിരിക്കും എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ അമ്മാമ്മ പറയും, ഇന്ന് തന്നെ പോകണ്ട, തിമോത്തിയെ കൂടെ കൊണ്ടുപോകാൻ പറയും. ഇവിടെ ഒന്ന് പിടിക്കാനും അത് എടുത്തു വെക്കാനും ഒക്കെ അവനെ കൂടെ കൊണ്ടുപോകും. അതായത് സാറ വല്യമ്മ പറഞ്ഞു കാണും, ഉറപ്പാ, വാർദ്ധക്യമല്ലേ, 100 വയസ്സ് 115 വയസ്സോളം കാണും. അപ്പോ അബ്രഹാമിന് ഈ മലയിൽ അബ്രഹാം ഈ വിറകും ചുമന്നുകൊണ്ട് കയറുന്നത് ഒരു പക്ഷെങ്കിൽ സാറയ്ക്കറിയാം അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ബാല്യക്കാരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അബ്രഹാമിന്റെ സ്വഭാവം അറിയാം. ആ യാഗം കഴിക്കുവാൻ ചെല്ലുന്നിടത്ത് പ്രമാണമുള്ളവൻ കയറിയാൽ മതി. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കാണും, പൈതലിനെ കൂടെ കൊണ്ടുപോകും, അവൻ ആരോഗ്യമുണ്ടല്ലോ, അവൻ വിറക് ചുമന്നോളും എന്ന് പറഞ്ഞ് ആര് കൂടെ വിട്ടു കാണും. നല്ല ഭാര്യമാരൊക്കെ അങ്ങനെ വിടും അല്ലേ? സാറ പറഞ്ഞു കാണും, ഉറപ്പാ. സ്നേഹമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കരുതലുകൾ കാണും. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. തീരുമാനം ശക്തമായിരുന്നപ്പോൾ തനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് ചിന്തിച്ച വിഷയത്തെ പോലും ദൈവം അനുകൂലമാക്കി മാറ്റുകയാണ്. പിന്നെ അബ്രഹാമിന് പൈതലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. സ്തോത്രം. യാഗം കഴിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞു, യാഗവസ്തു ആരാണെന്ന് പറഞ്ഞില്ല. അതിനാ പരിജ്ഞാനമെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ തീരുമാനം ശക്തമെങ്കിൽ നമ്മൾ പ്രതികൂലമെന്ന് ചിന്തിക്കുന്ന പല വിഷയങ്ങളെയും ദൈവം നമുക്ക് അനുകൂലമാക്കി ഇങ്ങോട്ട് പറയും, നീ ഇവനെ കൂടെ കൊണ്ടുപോ, തനിച്ചു പോകണ്ട. ഹല്ലേലൂയ. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്, വചനത്തിൽ നിന്ന് പറയുവാനുണ്ട്. നമ്മളിന്ന് പലതും ചിന്തിച്ചു വച്ചിരിക്കുന്നത് പലതും വെറുതെ. എനിക്കത് സംഭവിക്കും, ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അവനെ പിടിക്കും, അല്ല ഞാൻ ഇപ്പോൾ തീരും, ഇതൊക്കെ വെറുതെയാ. നീ ദൈവത്തിൽ വിശ്വസിച്ച് സ്റ്റെപ്പ് വെക്ക്. അവരൊക്കെ നിന്നോട് അനുകൂലമായി സംസാരിക്കുന്നത് കാണാം. നിന്റെ അധികാരികൾ നിന്നോട് അനുകൂലമായി സംസാരിക്കുന്നത് കാണാം. നിന്റെ സ്വന്തം ബന്ധങ്ങൾ നിന്നോട് അനുകൂലമായി സംസാരിക്കുന്നത് കാണാം. ഇന്ന് പകൽക്കാലം നിന്റെ തീരുമാനം, ദൈവം തന്ന ആ ക്വസ്റ്റ്യനുമേൽ ഒരു ശക്തമായ തീരുമാനം നീ എടുക്ക. ബാക്കി കാര്യം ദൈവം ഏറ്റെടുക്കും. തീരുമാനം ശക്തമായിരുന്നപ്പോൾ അബ്രഹാം ആദ്യം ചിന്തിച്ച തന്റെ തടസ്സത്തെ ദൈവം മാറ്റി. അപ്പോൾ പരീക്ഷ എഴുതുവാൻ പോകുന്നവന് തീരുമാനം ശക്തമായിരിക്കണം. ഈ തീരുമാനത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നറിയുവാനൊരു അത് കണ്ടെത്തുവാനുള്ള ഒരു കഴിവും കൂടെ വേണം. ഞാൻ ഈ യാഗത്തിന് പോകുമ്പോൾ എവിടെ നിന്നൊക്കെ തടസ്സം വരും, ഞാൻ ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ എവിടെ നിന്നൊക്കെ തടസ്സം വരും, ഞാൻ കർത്താവിനെ അനുസരിക്കുവാൻ ഇറങ്ങുമ്പോൾ എവിടെ നിന്നൊക്കെ ആയിരിക്കും എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. എന്നാൽ അതുകൊണ്ട് ഇറങ്ങുന്നില്ലെന്നുള്ളതല്ല, അതുകൊണ്ട് അവരോട് ആ വിഷയത്തിൽ പരിജ്ഞാനത്തോടെ സംസാരിക്കണമെന്ന്. ഇവിടെ ഇത് പറഞ്ഞപ്പോ ചെറുക്കനെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ കൃപ, ഇവനെ ഞാൻ യാഗം കഴിപ്പിക്കാൻ പോകണമെന്ന് അമ്മാമ്മയോട് അങ്ങ് പറഞ്ഞോ. നമ്മളൊക്കെ അപ്പളെ അങ്ങ് പറയും. അതോടുകൂടി അമ്മാമ്മ തന്നെ അങ്ങ് ബന്ധിക്കും, അല്ലെ അച്ഛനെ അങ്ങ് ബന്ധിക്കും, വീട്ടിൽ നിന്ന് കെട്ട് വീഴുവെന്ന്. വളരെ പരിജ്ഞാനത്തോടു കൂടി നീ സംസാരിച്ചാൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ നിന്നിൽ നിറവേറ്റുവാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില വലിയ വിടുതലുകൾ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അവന്റെ തടസ്സത്തെ, ഏറ്റവും വലിയ തടസ്സത്തെ അവൻ അനുകൂലമാക്കി. ഇന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ, ചില തടസ്സങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചില വിഷയങ്ങൾ അതിനെ നിനക്ക് അനുകൂലമായി സംസാരിപ്പിക്കുവാൻ പോകുകയാ. ഒരു പക്ഷെ നിന്റെ ജോലി മണ്ഡലത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നിന്റെ സാമ്പത്തിക മണ്ഡലത്തിലായിരിക്കും, അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയത്തിലായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ തീരുമാനം ഇന്ന് ദൈവത്തിന്റെ കരത്തിൽ ഇത് സമർപ്പിച്ചു കൊടുക്ക്. ഈ കർത്താവിനെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, നീ പറയുന്നത് ഞാൻ അനുസരിക്കും. ഈ തീരുമാനം വീണ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ദൈവം നേരെയാക്കുമെന്ന്. അങ്ങനെ അവർ യാത്ര തിരിച്ചു. അപ്പൊ ഒന്നാമത്തെ കെട്ടുപൊട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം വരെ ചിന്തിച്ചിരുന്നത് വേറെ രീതിയിലായിരുന്നു, പറയാനങ്ങ് പോയി. എവിടെ പോയെന്ന് പറഞ്ഞാൽ രാവിലെ കണ്ണു നോക്കി ചെറുക്കനെയും കാണുന്നില്ല, അച്ഛനെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഇന്നലെ വായിച്ചു വന്നപ്പം ഈ 3, 6, 7 ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസമൊക്കെ ഒരാളോട് ഒരു കുടുംബത്തിൽ നിന്ന് പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോവാന്ന് വിചാരിച്ചു. സ്തോത്രം. എവിടെ പോയി? ശുശ്രൂഷയാന്ന് പറഞ്ഞ് പോയതാ, ഒരു അറിവില്ല എവിടെ പോയത്. അതൊന്നും ഒരു കാര്യമായ രീതിയല്ലല്ലോ. അപ്പോൾ ഇവൻ അനുകൂലമാക്കി. കാരണം ആർക്കാ പരീക്ഷ? അബ്രഹാമിനെ മാത്രമേ ദൈവം
ഫ്രീ മൈൻഡിൽ അപ്പോൾ വിട്ടിട്ടുള്ളൂ. കാരണം ടെസ്റ്റ് എഴുതുന്നവനെ ദൈവം നിർബന്ധപൂർവ്വം ഒന്നും ചെയ്യിക്കത്തില്ല. അവൻ പഠിച്ചതാ എഴുതേണ്ടത്, അവൻ അനുഭവിച്ചതാ എഴുതേണ്ടത്, അവൻ അനുഭവിച്ചതാ വെളിപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ കരം ഇരിക്കത്തില്ല. എന്നാൽ അവന്റെ കൂടെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു, അവരെ ദൈവം നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ചില ടെസ്റ്റ് ഇടുമ്പോൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അബ്രഹാം ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ 5 പറയുന്നു, അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. അടുത്തത്, ഈ യാഗത്തിലുള്ള തടസ്സം എവിടെ നിൽക്കുന്നത്? ബാല്യക്കാരോട് പറയാൻ പറ്റും ഇവനെ യാഗം കഴിക്കാൻ പോകുന്നു. സ്തോത്രം. പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ ചെയ്യാത്തത് കൂടെ വന്നവർ ചെയ്യും. വയസ്സായി, ഇദ്ദേഹത്തിന് വെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ് ചെറുക്കനെ പിടിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് എന്തു പറഞ്ഞു? നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയി യാഗം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അടുത്ത തടസ്സത്തെയും എങ്ങനെ കൈകാര്യം ചെയ്തു? ബുദ്ധിപൂർവം. പരീക്ഷ എഴുതുന്നവർ ബുദ്ധിപൂർവം സ്റ്റെപ്പ് വെക്കണം. ദൈവം അതിനുള്ള കൃപ നൽകും. കാരണം എൻ്റെ ഈ യാഗം എനിക്ക് നടത്തിയേ മതിയാകൂ. സ്തോത്രം. നമ്മളൊരു തീരുമാനമെടുത്ത് ഞാൻ അത് ചെയ്യുമെന്ന് ഉറച്ചിരിക്കുന്നു. ചിലർ പറയാറില്ല, എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് ആർക്കും എന്നെ മാറ്റാൻ കഴിയത്തില്ലെന്ന് ചിലർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നാ? ചിലരൊക്കെ വാശി പിടിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകൾ അതിനൊക്കെ മിടുക, അവരത് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. പുരുഷന്മാരും മോശമൊന്നുമല്ല, ശക്തമായിരിക്കും അവരുടെ തീരുമാനം. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. തീരുമാനം ശക്തമാണെങ്കിൽ അതിനെതിരെ നിൽക്കുന്നതിനെ എല്ലാം ഒതുക്കുവാൻ, അതിജീവിക്കുവാൻ ആർക്ക് കഴിയും? നമുക്ക് കഴിയും. നമ്മുടെ തീരുമാനം ശക്തമില്ലാത്തത് കൊണ്ട് നമ്മൾ പലയിടത്തും ആടിപ്പോകുന്നത്. എന്താണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പരീക്ഷ? എന്ത് വിഷയത്തിലാണ്? ഇവിടെ ആരെങ്കിലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശോധനയിൽ കൂടെ കടന്നു പോകുന്ന, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന, ഇത് ദൈവത്തിൻ്റെ പരീക്ഷയാണ്, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസത്തെ ശോധന ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്ത് നിനക്ക് ജയിക്കുവാൻ കഴിയും. നിന്റെ തീരുമാനം ശക്തമായിരിക്കും. ഞാൻ ജയിക്കും, ആ കിരീടം എൻ്റെ തലയിലിരിക്കും എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. ബാല്യക്കാരെ അവിടെ ഇരുത്തി വേണമെങ്കിൽ ബാല്യക്കാരോട് പറയാം, ഈ അവസാന സമയത്തെങ്കിലും അവൻ ഇച്ചിരി ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ, വിറക് നിങ്ങൾ അവിടെ വരെ കൊണ്ടുവച്ചിട്ട് പോകുന്നു ഇവരോട് പറയാൻ എന്തുകൊണ്ട് അബ്രഹാം തുനിഞ്ഞില്ല? യാഗത്തിന് മുമ്പിൽ വരുമ്പോൾ പിന്നെ ബന്ധങ്ങളില്ല, അച്ഛനാ അമ്മയാ മക്കളാ, ഈ ഒരു ചിന്ത വരരുത്. അപ്പോൾ യാഗത്തിന് വന്ന് കയറി കഴിയുമ്പോൾ, ദൈവസന്നിധിയിൽ കയറി കഴിഞ്ഞാൽ, ഒരു യാഗത്തിന് നീ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും എനിക്കിതിനകത്ത് ഈ യാഗം പൂർത്തീകരിക്കണം, എനിക്കെന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്കെന്റെ ദൈവത്തിൽ നിന്ന് ഇവൻ എനിക്ക് പ്രിയപ്പെട്ടവനെന്ന് പറയിക്കണം. ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാവൂ. അതുകൊണ്ട് എന്തു പറ്റും? അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ തന്നെ അങ്ങ് മാറിപ്പോയി. അദ്ദേഹത്തിന് അറിയാം, അവരെ കൊണ്ട് ചുമപ്പിച്ചു കഴിഞ്ഞാൽ അവന്മാരവിടെ കറങ്ങി നിൽക്കും. ചെറുക്കൻ്റെ കൈ പിടിച്ച് കെട്ടുമ്പോൾ, കാല് പിടിച്ച് കെട്ടുമ്പോൾ അവന്മാരെല്ലാം കൂടെ വന്ന് ആരെ കെട്ടും? യാഗം കഴിക്കാൻ വന്ന അബ്രഹാമിനെ കെട്ടും. ഈ കെട്ടു വീഴുന്നത് എഴുവഴി എന്ന് ആ യാഗം കഴിക്കാൻ അറിയുന്നവരൊന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. നമുക്ക് ഗുണമായിരിക്കും എന്ന് പറഞ്ഞ് ചിലരെ കൂടെ കൂട്ടും. അവസാനം ആരാ കെട്ടുന്നേ? ഈ ഗുണമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കെട്ടിയിട്ട് പോകും, അല്ലെ അവള് കെട്ടിയിട്ട് പോകും, അല്ലെ അവൻ കെട്ടിയിട്ട് പോകും. അതുകൊണ്ട് പ്രമാണത്തിൽ നിന്ന് യാഗം കഴിച്ചോണം. ഇന്ന് പകൽക്കാലം നിനക്കൊരാശ്വാസമാണെന്ന് പറഞ്ഞ് നീ പലതിനെ കൂടെ കൂട്ടിയാൽ അത് നിന്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി വരും. നിന്റെ യാഗം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുകയില്ല. നിന്റെ പരീക്ഷയിൽ നീ തോറ്റുപോകും. അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, പരീക്ഷയിൽ ജയിക്കണോ? തീരുമാനം ശക്തമായിരിക്കണം, തടസ്സങ്ങളെ തിരിച്ചറിയണം, ബാല്യക്കാരെ മാറ്റി നിർത്തി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒരുമിച്ച് നടന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം. വിറകെടുത്ത് ആരുടെ മേൽ വെച്ചു? അവൻ നേരത്തെ റെഡിയാ. അമ്മ പറഞ്ഞിട്ടുണ്ട്, അപ്പനെ കൊണ്ട് ഇതൊന്നും ചോപ്പിക്കരുത്, അവൻ ചുമക്കാൻ റെഡിയായി നിൽക്കുക. ഇതൊക്കെ എടുത്ത് പെടലേക്ക് വെച്ചു കൊടുത്തു. തീയും കത്തിയും ആരെടുത്തു? അബ്രഹാമും എടുത്തു. അപ്പോഴാണ് ഒരു വിഷയം വരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ചെറുക്കനൊരു സംശയം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാറയ്ക്കത് തോന്നിയില്ല, ബാല്യക്കാർക്ക് തോന്നിയില്ല, ചെറുക്കനും തോന്നിയില്ല.
പക്ഷെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്ന മലയുടെ മുകളിലോട്ടുള്ള കയറ്റമാണ്. ഈ പോകുന്ന വഴിയിൽ നിന്നൊന്നും ഈ ആടിനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അവൻ ചോദിക്കുക, നമ്മുടെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, പക്ഷെ ആടെവിടെ പോയി? ഈ ഒരു ചോദ്യം. എന്നാൽ ഈ ചോദ്യം വീട്ടിൽ വെച്ച് അമ്മാമ്മ ചോദിച്ചോ? ഇല്ല. നിങ്ങൾ ആടിനെ കൊണ്ടുവന്നില്ലയോ? ചിലരൊക്കെ ഉണ്ട് ആടിനെ കൊണ്ടുവന്നില്ലയോ എന്നൊക്കെ ചോദിക്കും. അവിടെ പെടലി ഒടിഞ്ഞ് കിടക്കുന്ന, കാലൊടിഞ്ഞ് കിടക്കുന്ന പറഞ്ഞിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയി എവിടെയും കൊണ്ട് കത്തിയിര്. അങ്ങനെയൊക്കെ അല്ലയോ ദൈവത്തിന് കൊടുക്കുന്നേ? ഊനമില്ലാത്തതിനെ അർപ്പിക്കണമെന്നാ പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ഇവിടെ സാറയ്ക്കൊരു കാര്യം അറിയാം. അച്ചായൻ യാഗത്തിന് പോകുക, അതിനകത്ത് കയറി കൂടുതൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അങ്ങ് ചെയ്തോളും, അല്ലേ? ഇവിടെ യാഗം കഴിക്കാൻ പോകുമ്പോൾ അതിന് വേണ്ടത് ഞാനാ കരുതണ്ടേ? അല്ല പിന്നെ എന്തോ യാഗം? നമുക്കൊരു തീരുമാനം വേണം. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും, യാഗത്തിന്റെ കാര്യങ്ങളിലൊന്നും അമ്മാമ നോക്കിയില്ല, ചെറുക്കനും നോക്കിയില്ല, ബാല്യക്കാരും നോക്കിയില്ല. പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോൾ ആര് നോക്കി? ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു, ആട്ടിൻകുട്ടി എന്തേ? ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യാഗം കഴിക്കുമ്പോ അതിന് അപ്പൻ, അമ്മ, മക്കൾ എന്ന് പറഞ്ഞ യാതൊരു ബന്ധവുമില്ല. വിറകും കട്ടെടുത്ത് ചെറുക്കൻ്റെ മണ്ടയ്ക്ക് വെച്ചു. ഒരുപക്ഷെ അവൻ വളഞ്ഞൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവസാന നിമിഷമായി. ഇത് അപ്പനറിയാം, അപ്പന്റെ വേദന ഉള്ളിലുണ്ട്. എങ്കിലും ഇവന്റെ തീരുമാനം ശക്തമായപ്പോൾ ദൈവം അവന് കൃപ കൊടുത്തു. നിന്റെ തീരുമാനം ശക്തമെങ്കിൽ സകലതും സഹിക്കുവാൻ, ഹല്ലേലൂയ, നിനക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യുവാൻ ദൈവം ഒരു അഭിഷേകം നിന്റെ മേൽ പകരുവന്നു. എനിക്കെന്നെ ദൈവത്തിൻ്റെ യാഗം എന്നോട് പറഞ്ഞത് എനിക്ക് നിവർത്തിച്ചേ മതിയാകൂ. അത് എൻ്റെ മകനെയല്ല, എന്നെ തന്നെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഭസ്മമാക്കും. നമ്മളൊക്കെ ആണെങ്കിലും അവസാന നിമിഷമാ ചെറുക്കൻ്റെ മറിയാമലയിൽ എത്തിയപ്പോൾ താഴെ എവിടെയെങ്കിലും ചെന്ന്, മോനെ നിനക്ക് എന്തുവാ വേണ്ടേ? വധശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് പോലും അവസാനം ചോദിക്കും, എന്തുവാ നിന്റെ ആഗ്രഹം, അല്ലേ? അബ്രഹാം അങ്ങനൊന്നും ചിന്തിച്ചില്ല. ആ വിറക് കെട്ടെടുത്ത് അവന്റെ മേൽ വെച്ചിട്ട്, മകനല്ല വിഷയം, അവന്റെ വിശപ്പല്ല വിഷയം, അവന്റെ തളർച്ചയല്ല വിഷയം, എബ്രഹാമിന്റെ വിഷയം, പരീക്ഷ എഴുതുന്നതിന്റെ വിഷയം, യാഗം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം നോക്കുന്നത് അതാണ്. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ? അതോ നീ അപ്പനെ പ്രസാദിപ്പിക്കുവാനോ, മക്കളെ പ്രസാദിപ്പിക്കുവാനോ, സഹോദരങ്ങളെ പ്രസാദിപ്പിക്കുവാനുമാണോ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചത്? സ്തോത്രം. വിശ്വാസത്തിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ചില തീരുമാനങ്ങൾ ശക്തമായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തീയും കത്തിയും ആരെടുത്തു? അബ്രഹാം എടുത്തു. ചെറുക്കൻ്റെ ഈ കത്തി കൊടുത്തുള്ള അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അപ്പം വിചാരിച്ചു, എന്തായാലും അവസാന നിമിഷമല്ലേ, ഞാൻ ഈ അങ്ങ് ചുമക്കാം. അപ്പൻ ഇത് ചുമന്നുണ്ട്, മോനെ നീ കത്തിയും വിളക്കും കൂടെ അങ്ങ് കൊണ്ടുവരണം, ഞാനങ്ങ് പോവാന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കയറി അദ്ദേഹം ഒരു പരുവത്തിൽ പോയി. ചെറുക്കൻ എന്തുമായിരിക്കും? ചെറുക്കൻ അവിടെ മുഴുവൻ നടന്നു കെട്ടി. അപ്പൻ അവിടെ ചെല്ലുമ്പോൾ വിറവും കൊണ്ട് അവിടെ ചെന്നിരിക്കുക. ചെറുക്കനെയും കാണുന്നില്ല, വെട്ടിരുമ്പും ഇല്ല. അവൻ വെട്ടി ഒരു പരുവായി, അത് ഊരി, അല്ലെങ്കിൽ എൻ്റെ വാത്തിലേയും പോയി. അവിടെ അവസാനം അവിടെ ചെല്ലുമ്പോൾ തീയുണ്ടോ? അതുമില്ല. ഈ വെട്ടുന്നുണ്ട്, ഇത് കിടന്ന് ആടുമല്ലയോ? സ്തോത്രം. അവസാനം തീയും കാണത്തില്ല, വെട്ടിരുമ്പും കാണത്തില്ല. ചെറുക്കൻ അങ്ങ് എത്തിയാൽ ഭാഗ്യം. അതുകൊണ്ട് യാഗത്തിന് പോയ അപ്പനൊരു കാര്യം ഉണ്ടായിരുന്നു, ചെറുക്കൻ ഇച്ചിരി ചുമന്നെന്ന് പറഞ്ഞാലും തീയും കത്തിയും ഞാൻ എടുക്കും. ബന്ധത്തിന്റെ പേരിൽ, സ്വന്തത്തിന്റെ പേരിൽ തീയും വിളക്കും ഏൽപ്പിക്കുവാനല്ല, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ഉണ്ടെങ്കിലേ അവിടെ യാഗം നടക്കത്തുള്ളൂ. വിറകില്ലെന്ന് പറഞ്ഞാലും അവിടുന്ന് 2 മരം വെട്ടി വിറകെടുക്കാം. കത്തിയും വിളക്കും നഷ്ടപ്പെട്ടാൽ എൻ്റെ യാഗം മുടങ്ങും. അതുകൊണ്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ചിലതൊക്കെ ഏറ്റെടുക്കുവാനിടയായി തീരണം. പരീക്ഷ പൂർണ്ണമാകുമ്പോൾ ചില വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നേക്കാം. പക്ഷേ അതൊക്കെ ദൈവനാമത്തിനാണെന്ന് പറഞ്ഞ് പരസ്പരം ഏറ്റെടുത്ത് സഹിക്കുവാൻ ഒരു ഇസ്ഹാക്കിനെ പോലെ നീ സമർപ്പിച്ചു കൊടുത്താൽ, സ്തോത്രം. ഇവരെങ്ങനെ നടന്നു? അതും അടുത്തത് ഇവർ ചേർന്ന് നടന്നു. ചെറുക്കൻ്റെ മണ്ടയ്ക്ക് വിറക് വെച്ചിട്ട് അപ്പനങ്ങ് പോയില്ല, വിളക്കം പിടിച്ചോണ്ടാ. ചെറുക്കനെ പിടിച്ചോണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അവിടെ എത്തണമെന്ന്. വിളക്കും എത്തണം, ചെറുക്കനും എത്തണം, വിറകും എത്തണം, കത്തിയും എത്തണം, അബ്രഹാമും എത്തണം. അപ്പോൾ ഇന്ന് പകൽക്കാലം പരീക്ഷയ്ക്ക് നീ ചിന്തിക്കേണ്ട വഴികൾ ഒത്തിരിയാണ്. ഇതൊക്കെ ഒരേപോലെ നീ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ നിന്റെ യാഗത്തിൽ പൂർത്തീകരണം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഇവർ അവിടെ ചെല്ലുവാനിടയായി തീർന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാനാണ് യാഗവസ്തു എന്ന്.
നമ്മളൊക്കെ പറയും ചെറുക്കൻ ഭയങ്കര അനുസരണമുള്ള ചെറുക്കനായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെ നടന്ന് വളരെ ചിട്ടയ്ക്ക് വളർത്തിയ, നല്ലപോലെ പഥ്യോപദേശത്തിൽ വളർത്തിയ ഒരു പൈതലായിരുന്നു. അതുകൊണ്ടാണ് അനുസരണം കാണിച്ചത്. ഇന്ന് പാലക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അനുസരണം കൊണ്ടും ചിട്ട കൊണ്ടും ഒന്നുമല്ല പരീക്ഷ ആർക്കാ നടക്കുന്നത്? അബ്രഹാമിനാണ് നടക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെ ദൈവം കൺട്രോൾ ചെയ്തു. ദൈവത്തിന് അറിയേണ്ടത് ഇസ്ഹാക്കിന്റെ സ്വഭാവത്തെ കുറിച്ചല്ല, അവന്റെ സമർപ്പണത്തെ കുറിച്ചല്ല. ദൈവത്തിന് അറിയേണ്ടത് അബ്രഹാമിന്റെ സമർപ്പണത്തെ കുറിച്ചാ, നിന്റെ സമർപ്പണത്തെ കുറിച്ചാ. നിന്റെ മക്കളുടെ സമർപ്പണമല്ല, നിന്റെ സമർപ്പണമാണ് ദൈവം നോക്കുന്നത്. ബാക്കി കാര്യം ദൈവം ഇടപെടും. അവൻ നോ എന്ന് പറഞ്ഞില്ല, ഇതാ അപ്പ എന്ന് പറയണമെങ്കിൽ ദൈവം അവനോട് ഇടപെട്ടു. ആ ദൈവം ആരെയാ നോക്കുന്നത്? അബ്രഹാമിനെയാ നോക്കുന്നത്. ചെറുക്കൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെ ഇതെങ്ങനെ നടക്കും? ദൈവം തനിക്ക് ഹോമയാഗത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്ന് അബ്രഹാം പറഞ്ഞു. അവരവിടെ ചെന്നു, ഒരു യാഗപീഠം പണിത് വിറകടുക്കി മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിൽ എന്നിന്റെ വിറകിന് മേൽ കിടത്തി. അബ്രഹാം കൈനീട്ടി തന്റെ മകനെ ഇറക്കേണ്ടതിന് കത്തി എടുത്തു. ഉടനെ യഹോവയുടെ ദൂതനാകാശ അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ ഞാനെന്ന് അവൻ പറഞ്ഞു. അബ്രഹാമിന്റെ സമർപ്പണം. ആ സമയത്തും വിളി കേൾക്കുവാൻ തന്റെ ചെവി റെഡിയായിരുന്നു. ഏറ്റവും തന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു നിമിഷമാണ്. തനിക്ക് വർഷങ്ങൾ കാത്തിരുന്ന ദൈവം കൊടുത്ത ഒരു സന്തതി. അതിനകത്തും ദൈവത്തോട് പിറുപിറുക്കുവാനല്ല, എന്നാലും എന്റെ ദൈവമേ ഇത്ര വലിയ ശോധന എന്നോട് ഈ കടുങ്കൈ കാണിക്കണമോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുവാനല്ല, അതിനകത്തും അവന്റെ ചെവി ദൈവശബ്ദത്തിന് വേണ്ടി റെഡിയായിരുന്നു. സ്തോത്രം. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്തു. നിന്റെ ഏകജാതന്റെ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇതാണ് പരീക്ഷയുടെ കാതലായിട്ടുള്ള ഭാഗം. നീ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവം പറഞ്ഞത് അനുസരിക്കുമോ, ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തെക്കാൾ നീ സ്നേഹിക്കുന്നുവോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. ദൈവം തന്ന തലമുറയായിരിക്കാം, സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ജോലിയായിരിക്കാം, കാറായിരിക്കാം, വീടായിരിക്കാം. എന്തായാലും നീ ഇപ്പോൾ വലിയ ഇതെൻ്റെ ദൈവം തന്നാന്ന് പറഞ്ഞ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ ഇത് തന്നവനെ നീ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ദൈവം നോക്കിയത്. ഇവിടെ താൻ പരീക്ഷയിൽ ജയിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപാമ്പുറത്ത് ഒരു ആട്ടുകുറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ആട്ടുകുറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യാഗം പൂർത്തീകരണത്തിലെത്തിയപ്പോൾ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കാണുവാനിടയായിത്തീരുന്നു. വാഗ്ദത്തം കുരുങ്ങിക്കിടക്കുക. ചിലടത്ത് വാഗ്ദത്തം ചിലടത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. അത് കാണാൻ എന്തു വേണം? ദൈവം പറഞ്ഞ യാഗത്തിന്റെ പൂർണ്ണതയിൽ നീ എത്തണമെന്ന് നിനക്ക് വേണ്ടി ഉത്തരം റെഡിയാക്കി വെച്ചിരിക്കുക അവിടെ. അബ്രഹാം അറിഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞത്, യഹോവ തനിക്കൊരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളമെന്ന്. അതൊന്നും അബ്രഹാമിന്റെ ചിന്തയിലില്ല. അബ്രഹാമിന്റെ ചിന്തയിലുള്ള ഇവനെ ഞാൻ യാഗം കഴിക്കും. യാഗം കഴിച്ചാലും അവൻ എൻ്റെ മേൽ പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ഇതിനകത്തു നിന്ന് ദൈവം എനിക്ക് ഈസഹാക്കിനെ തിരികെ തരുമെന്നൊരു വിശ്വാസം. എന്താണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്തുവാ? കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയ ടെസ്റ്റിനെക്കാട്ടിലും വലിയ ടെസ്റ്റ് ആയിരിക്കും എൻ്റെ മുമ്പിൽ വരുന്നത്. നീ പഠിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത വർഷം നീ 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് എഴുതാൻ ഇരിക്കരുത്. അതിൻ്റെ അർത്ഥം നീ പഠിച്ച് മേപ്പോട്ട് വന്നിട്ടില്ല. നീ വരുന്നുവെങ്കിൽ നീ എഴുതുന്നത് 12ന്റെ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ കട്ടിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിനേക്കാൾ കട്ടിയേറിയ ചില വിഷയങ്ങൾ എൻ്റെയും നിന്റെയും മുമ്പിൽ വന്നേക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെറിയ വിഷയത്തെ അതിജീവിച്ചത് എങ്ങനെയാണ്? കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന സ്ഥലത്ത്, എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നിടത്ത് അവിടുന്ന് ദൈവം വിടുവിച്ചുവെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന എത്ര വലിയ ഗോലിയാത്തിനെയും തകർക്കുവാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. നിന്റെ വിശ്വാസം ഒന്ന് വെളിപ്പെടട്ടെ, നിന്റെ വിശ്വാസം ഒന്ന് വെളിപ്പെടട്ടെ. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. വിശ്വാസത്തിന്റെ പരിശോധന അത് സന്തോഷമുള്ളതാകുന്നു, നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുവാനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നീ എന്തിനാ ഭയപ്പെടുന്നേ? നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്, അബ്രഹാമിന് വേണ്ടി ഒരുക്കിയത് കേവലം ഒരു ആട്ടുകൊറ്റനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും സ്വർഗം ഒരുക്കിയത് തന്റെ ഏകജാതനായ പുത്രനെയാണ്. ആ കൽവരി മലമുകളിൽ ദൈവവനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചുവെങ്കിൽ, തന്റെ ഓമന കുമാരനെ ഏകജാതനായ യേശു കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ,
അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ.